ഞാൻ ഇന്നൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഫ്രൂട്ട്സ് കേക്കാണ് ഉണ്ടാക്കുന്നത്. 250 ഗ്രാം മൈദ ഉപയോഗിച്ച് ഉള്ള ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 250 ഗ്രാം മൈദയാണ് ഇതിനകത്തിട്ടത്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും കൂടി ചേർക്കണം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് അതിനകത്തോട്ട് ചേർത്ത് വെക്കണം. ഞാൻ ബേക്കിംഗ് പൗഡറും സോഡാ പൊടിയും ചെറിയ ഒരുമിച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് 250 ഗ്രാം പഞ്ചസാരയാണ്. പഞ്ചസാര അതിൻ്റെ കൂടെ ഈ മസാലകൾ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ പൊടിക്കുകയാണ്. മുട്ടയുടെ വെള്ള പൊട്ടിച്ചെടുക്കാം. വെള്ള മാത്രം ഇതിനകത്തെടുത്ത് ഉള്ളി മാറ്റി വെക്കണം. മുട്ടയുടെ വെള്ള മിക്സിയിലായിട്ട് നല്ലതായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഈ മുട്ടയുടെ വെള്ളയുടെ കൂടെ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിക്കുകയാണ്. ബട്ടർ 250 ഗ്രാം മാവിൻ്റെ അനുസരിച്ച് 250 ഗ്രാം ബട്ടറോ എണ്ണയോ എന്തോ ആണെങ്കിലും 150 ഗ്രാം ബട്ടറുണ്ട്. ബാക്കി എണ്ണയും കൂടെ ചേർക്കാം. നൂറ് ഗ്രാം എണ്ണയും കൂടെ ചേർക്കണം. ചെറുതായിട്ട് അടിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കറക്കിയാൽ മതി. ഇനി നമ്മൾ ഈ അടിച്ച മിക്സ് മുട്ടയും പഞ്ചാരയും നെയ്യും കൂടെ അടിച്ചത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കും. ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാൻ മതി. അര സ്പൂൺ എസൻസ് ഒഴിക്കണം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൈദ ചേർക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ മിക്സ് ചെയ്യുക.
ഒരു സൈഡിൽ തന്നെ കറക്കിക്കൊണ്ടിരിക്കണം. 5-10 മിനിറ്റ്. അതും കൂടെ ചേർക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം അധികം ചേർക്കരുത്. ചെറുതായിട്ട് ഇത് കേക്ക് പാത്രത്തിനകത്ത് നെയ്യ് വരട്ടിയിട്ട് പിന്നെ കുറച്ച് മൈദ ഇട്ട് പിന്നെ മൊത്തം സൈഡിലെല്ലാം പിടിപ്പിക്കണം. ഇനി ഞാനിത് ഇഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇഡലി പാത്രം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അതിന് സ്റ്റാൻഡിന് പോലെ ഞാനൊരു ചെറിയ പാത്രം വെക്കുകയാണ്. പ്രീ ഹീറ്റ് ചെയ്യാൻ 5 മിനിറ്റ് നമ്മൾ വെക്കുന്നതിന് മുമ്പേ ഇത് ചൂടായിരിക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം. പാത്രം ഒഴിക്കണം. കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് ഈ മിക്സ് എടുത്ത് വെക്കാം. പിന്നെ വെക്കേണ്ടി വരും. പിന്നെ 5 മിനിറ്റ് നല്ല ചൂടിലിരുന്നിട്ട് പിന്നെ തീ കുറച്ച് വെക്കണം. ഒരു 10-20 മിനിറ്റ്, നമുക്ക് 30 മിനിറ്റെങ്കിലും വേണ്ടി വരും കേക്ക് റെഡിയാവാൻ. ഇനി നമുക്കിത് തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ മേളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വയ്ക്കാം. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് ആയതേ ഉള്ളൂ. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പം കേക്കിൻ്റെ സ്ഥിതി ഇതാണ്. ഇപ്പോൾ ശരിയായിട്ടില്ല. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മുള്ള വെച്ച് കുത്തി നോക്കാം എന്തോന്ന്. ഏകദേശം 25-30 മിനിറ്റ് വേണ്ടി വരും. അടച്ചു വെക്കാം. നമുക്കിത് വെന്തോന്ന് ഒരു പിൻ വെച്ചൊന്ന് കുത്തി നോക്കാം. ഇതിനകത്ത് പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ വെന്ത് കാണും. അധികം പറ്റിയിട്ടില്ല. പറ്റിയിട്ടില്ല. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് വാങ്ങി വെക്കാം. ബാക്കിയുള്ള മാവും കൂടെ വേറൊരു പാത്രത്തിലൊഴിച്ച് ബേക്ക് ചെയ്യാൻ വെച്ച് ഇനി അരമണിക്കൂർ കഴിഞ്ഞ് ഇതും ബേക്കായി വരും. നമ്മുടെ രണ്ടാമത്തെ കേക്ക് ഒന്ന് കൊത്തി നോക്കാം പറ്റുന്നോ ഇല്ലയോന്ന്. ഒന്നും പൊട്ടുന്നൊന്നുമില്ല. ഇട്ട് നോക്കിയിട്ട് കേക്ക് വെന്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എടുത്ത് പുറത്ത് വെക്കാം. അപ്പം നമ്മുടെ 2 കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ അതിനെ വേറൊരു പാത്രത്തിലേക്ക് ഇളക്കി നോക്കാം. നമ്മുടെ ഒന്നാമത്തെ കേക്ക് തിരിച്ച് പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ കേക്കിൻ്റെ സ്ഥിതി. രണ്ടാമത്തെ കേക്കിന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇളക്കാൻ പറ്റൂ.